രാമേന്ദ്രൻ, ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ 3 വിമാനങ്ങളാണ് കുവൈറ്റിൽ വെടിവെച്ചിടപ്പെട്ടത്. കുവൈറ്റ് വെടിവെച്ചിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുവരെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരു വാർത്ത ഇത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്നാണ്. ഇതങ്ങനെ അത്ര അബദ്ധമാണോ? ഇത് അബദ്ധമല്ല, മനഃപൂർവമാണ് എന്ന് പറയുന്ന 2 ലേഖനങ്ങൾ ഈ ആദരണീയമായ ഈ യുദ്ധ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മാധ്യമം ദ വാർ സോൺ 2 ലേഖനങ്ങളായി എഴുതുന്നുണ്ട്. കുറച്ച് ലേഖനങ്ങളെ അവർ എഴുതാറുള്ളൂ, പക്ഷെ അത് നന്നായിട്ട് പഠിച്ചിട്ട്. ഇപ്പൊ ഈ കുവൈറ്റിലെ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തരം വിമാനങ്ങൾ പറപ്പിക്കുന്ന ആളുകളോടും വിദഗ്ധരോടും ഒക്കെ ചോദിച്ചിട്ടാണ് ഇവരെഴുതുന്നത്. ദ വാർ സോണിൽ തോമസ് ന്യൂഡിക് എന്ന യുദ്ധകാര്യ ലേഖകൻ എഴുതിയ റിപ്പോർട്ടിൽ കുവൈറ്റിൽ 3 അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടത് അബദ്ധമാകാൻ സാധ്യതയില്ല, ഇത് മനഃപൂർവമാകാം എന്ന സംശയം പങ്കുവെക്കുന്നുണ്ട്. അല്ല, എന്താണ് അത്തരം സംശയത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്? പറയാൻ പോകുന്നത്. അപ്പോ 3 ഇത് വളരെ വിശദമായിട്ട് തന്നെ പറയാം. അമേരിക്കയുടെ 3 എയർഫോഴ്സ് F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടിരിക്കുന്നത്. എല്ലാം ഒരേ തരമാണ്, F-15E സ്ട്രൈക്ക് ഈഗിൾ. ഈ യുദ്ധവിമാനങ്ങളാണ് 3 വെടിവെച്ചിട്ടിരിക്കുന്നത്. ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ വെച്ച് കൂടി അപഗ്രഥിച്ചിട്ടാണ് ഇത് അബദ്ധമായിരിക്കില്ല എന്ന് ഈ മാധ്യമം പറയുന്നത്. പല വീഡിയോകൾ വന്നു, ഏറ്റവും പുതിയതിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയാം. ഒറ്റ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഈ അമേരിക്കയുടെ യുദ്ധവിമാനവും കാണാം, കുവൈറ്റിൻ്റെ ഇതിനെ തകർത്ത വിമാനവും കാണാം. എന്ന് പറഞ്ഞാൽ ക്ലോസ് റേഞ്ചിലാണ് രണ്ടും, ദൂരെ നിന്നൊന്നുമല്ല ഇത് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ കുവൈറ്റി എയർഫോഴ്സിൻ്റെ F-18 ഹോർനെറ്റ് വിമാനമാണ് ഈ അമേരിക്കയുടെ 3 വിമാനങ്ങളെ തകർക്കുന്നത്. അത് തകർക്കുന്നത് എന്ത് ആയുധം വെച്ചാണ് എന്നാണല്ലോ അടുത്ത ചോദ്യം. അപ്പോൾ കുവൈറ്റ് യുദ്ധവിമാനം അമേരിക്കയുടെ 3 വിമാനങ്ങളെ തകർക്കുന്നത് AIM-9 സൈഡ് വൈൻഡർ എയർ ടു എയർ മിസൈൽ കൊണ്ടാണ്. അത് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. മുമ്പ് ഇത് കരയിൽ നിന്ന് മിസൈൽ അയച്ച് വെടിവെച്ചിട്ടതാകാം എന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. കരയിൽ നിന്ന് മിസൈൽ അയച്ചിട്ട്, അങ്ങനെയല്ല, എയർ ടു എയർ എന്നാണ്. കുവൈറ്റ് വിമാനത്തിൽ നിന്ന് AIM-9 സൈഡ് വൈൻഡർ മിസൈൽ അയച്ചിട്ട്, തൊട്ടടുത്ത് നിന്ന് മിസൈൽ അയച്ചിട്ട് തട്ടിയിരിക്കുന്നതാണ് ഇത്. അത് തന്നെ പ്രധാനപ്പെട്ടൊരു തെളിവാണ്. ഇനി കരയിൽ നിന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അല്ല, വ്യക്തമാണ്. കരയിൽ നിന്നല്ല, ആകാശത്ത് നിന്ന് തന്നെ വിമാനം തകർത്തിരിക്കുകയാണ്. അതായത് പാട്രിയറ്റ് പോലെ കരയിൽ നിന്നുള്ള ഒരു സിസ്റ്റം തകർത്തതാകാം എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പാട്രിയറ്റ് കുവൈറ്റിലുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇത് അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറയാനും എളുപ്പമുണ്ടായിരുന്നു. പാട്രിയറ്റ് കുവൈറ്റിലുണ്ടല്ലോ. അപ്പോൾ ഒരു പാട്രിയറ്റ് താഴെ നിന്നും മുകളിലേക്ക് വെടിവെച്ചിട്ടതായിരിക്കുന്ന ആദ്യഘട്ട റിപ്പോർട്ടുകളിൽ പറഞ്ഞു. അപ്പോൾ മുമ്പ് ഈ തകരുന്ന ഒരു വീഡിയോയിൽ ഈ അമേരിക്കയുടെ ഈ യുദ്ധവിമാനം കറങ്ങി വീഴുന്നുണ്ടായിരുന്നു ഇങ്ങനെ മുകളിൽ നിന്ന്. അങ്ങനെ കറങ്ങി വീഴുന്നതിൽ നിന്ന് തന്നെ ഇത് ആകാശത്ത് നിന്നുള്ള മിസൈൽ ഏറ്റ് തന്നെ വീഴുന്നതാണെന്നുള്ളത് വ്യക്തം ആയിരുന്നു. അപ്പോൾ ഹോർനെറ്റ് AIM-9 ഹോർനെറ്റിൽ നിന്ന് ഈ AIM-9 സൈഡ് വൈൻഡർ മിസൈൽ പോലെ ആ മിസൈല് പാസീവ് ഹീറ്റ് സീക്കിംഗ് മിസൈൽ എന്നാണ് പറയുക. അത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ F-15E വിമാനമാണല്ലോ വീണിരിക്കുന്നത്. ഈ സൈഡ് വൈൻഡർ മിസൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അടിക്കുന്നത് വരെ ഈ പൈലറ്റ് അറിയില്ല. അതാണ് ആ മിസൈലിൻ്റെ ഗുണം. F-15E മിസൈൽ ഇത് നേരത്തെ ഒന്നും പൈലറ്റ് അറിഞ്ഞിട്ടില്ല, കൊണ്ടപ്പോഴാണ് അറിയുന്നത്.
പൊട്ടുന്നത് വരെ അറിഞ്ഞില്ല. ഒരു അമേരിക്കൻ വിമാനത്തിൻ്റെ പുറകുവശമാണ് കത്തിയിരിക്കുന്നത്, ടെയിൽ കത്തിയത്. അതാണ് കറങ്ങി താഴെ വീഴുന്നതായിട്ട് കാണുന്നത്. 2 പൈലറ്റുമാർ അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട്. പൈലറ്റുമാരൊന്നും കൊല്ലപ്പെട്ടില്ല, എല്ലാവരും ഇജക്റ്റ് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോയിൽ തൊട്ടടുത്ത് ഈ FA-82M18 കുവൈറ്റിൻ്റെ കാണാം. ഒറ്റ ഫ്രെയിമിലാണ്, തൊട്ടടുത്താണ് അത്. പിന്നത്തെ ചോദ്യം, ഇത് ഇറാൻ തകർത്തതാണോ എന്നുള്ളതാണല്ലോ പിന്നത്തെ സംശയം. അല്ലല്ലോ, കുവൈറ്റ് തന്നെ വെടിവെച്ചിട്ടതാണെന്നുള്ളത് സൗഹൃദം. കുവൈറ്റ് തന്നെ വെടിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ബോധപൂർവം വെടിവെച്ചതിട്ടതുമാണ്. ഇറാന്റെ ഭീഷണി മേഖലയിലൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഖത്തർ എയർഫോഴ്സിന്റെ F-15QA ഇറാന്റെ 2 Su-24 ഫെൻസർ വിമാനങ്ങളെ വെടിവെച്ചിട്ടിട്ടുണ്ട്. 2 ഇറാൻ വിമാനങ്ങളെ ഖത്തർ എയർഫോഴ്സ് വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇറാന്റെ ഭീഷണിയൊക്കെ ആ മേഖലയിലുണ്ട്, ശരിയാണ്. പിന്നെ 3 അമേരിക്കൻ വിമാനങ്ങളെയാണല്ലോ കുവൈറ്റ് വെടിവെച്ചിട്ടത്. പിയേഴ്സൺ അബദ്ധം പറ്റാം ജീവിതത്തിലൊക്കെ. ഒരു തവണ പറ്റാം, ഉറപ്പാണ്. 2 തവണയും പറ്റാം, ബുദ്ധി തീരെ ഇല്ലെങ്കിൽ. 3 തവണ അങ്ങനെ അബദ്ധം പറ്റാൻ ഒരു സാധ്യതയില്ല. അതാണ് ഇത് 3 വിമാനങ്ങൾ എന്നുള്ളതാണ്. അത് 3 തവണ എങ്ങനെ അബദ്ധം പറ്റും? 1994 2 അമേരിക്കൻ എയർഫോഴ്സ് F-15 ഈഗിൾ ഫൈറ്റേഴ്സ്, ഇതേ തരം വിമാനങ്ങൾ അമേരിക്കൻ ആർമിയുടെ, അമേരിക്കൻ എയർഫോഴ്സിൻ്റെ 2 വിമാനങ്ങളെ അമേരിക്കൻ ആർമിയുടെ UH-60 ബ്ലാക്ക് ഹോക്ക് ചോപ്പേഴ്സ് ഇറാഖിൻ്റെ മുകളിൽ വെടിവെച്ചിട്ടു. അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളെ അമേരിക്കൻ ആർമി വെടിവെച്ചിട്ടു. അത് അബദ്ധമാണല്ലോ. അമേരിക്ക തന്നെ വെടിവെച്ചിടുമ്പോൾ അത് മനഃപൂർവ്വമായിരിക്കില്ല. അത് 2 എണ്ണം, അപ്പോഴും 3 എണ്ണം ഇല്ല. മുമ്പത്തൊരു സംഭവം ഇങ്ങനെ അബദ്ധം പറ്റി സൗഹൃദ വീഴ്ത്തൽ എന്ന് പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്. 1994 2 വിമാനമാണ്. അത് അമേരിക്കയുടേത്. അമേരിക്ക തന്നെ വെടിവെച്ചിട്ടതാണ്. 26 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ കുവൈറ്റിൻ്റെ പൈലറ്റുമാർ, ഈ അമേരിക്കയുടെ 3 വിമാനം വെടിവെച്ചിട്ടവർ ഈ ഇറാഖിൻ്റെ MiN-29 ഫൾക്രം വിമാനങ്ങളാണ് ഇത് എന്ന് തെറ്റിദ്ധരിച്ചോ എന്നൊരു ചോദ്യം ചില പൈലറ്റുമാർ ഉയർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും പിന്നെയും ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 3 തവണയോ അബദ്ധം? ഇങ്ങനെയാണ് ഈ ദ വാർ സോൺ എന്ന് പറഞ്ഞ മാധ്യമം ഇത് ചോദിച്ച് അവസാനിപ്പിക്കുന്നത്. അബദ്ധം 3 തവണ പറ്റുമോ? അതെ, അത് കൃത്യമായിട്ട് അവർ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അബദ്ധമല്ല എന്ന് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചപ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അബദ്ധം ഒരെണ്ണത്തിന് സാധാരണ സംഭവിക്കേണ്ട കാര്യമുള്ളൂ. ഈ ലേഖനത്തിൻ്റെ അകത്ത് പല പൈലറ്റുമാരെയും വിദഗ്ധന്മാരെയും ഉദ്ധരിച്ചിട്ടുണ്ട്. അവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ 3 തവണ. അതെ, അത് ആണല്ലോ അവരുടെ പരിശോധന എന്ന് പറയുന്നത്. അപ്പം അതൊരിക്കലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റാത്തതാണ് എന്നതുകൊണ്ടാണ് ഇത് ബോധപൂർവം അവർ ചെയ്തായിരിക്കാം എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കുവൈറ്റ് മനഃപൂർവ്വം വെടിവെച്ചിട്ടതാണെങ്കിൽ അതിന് ഒരു അർത്ഥമുണ്ടല്ലോ. അതുണ്ട്. അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അമേരിക്ക കുവൈറ്റിലും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും അവരുടെ താവളങ്ങൾ, ഖത്തറടക്കമുള്ള സ്ഥലത്ത് താവളങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്? അവർക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ സംഭവിച്ചെന്താണ്? അവർക്ക് സുരക്ഷ അല്ല, ഉപദ്രവമാണ് ഈ അമേരിക്കൻ താവളങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന ബോധം ഗൾഫ് രാജ്യങ്ങളിൽ ആകമാനം തന്നെ ഉയരുന്നുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിൻ്റെ ഒരു സെൻസേഷനാണ് ഇവിടെ. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഒരു കൂടിയാലോചനയും ഈ മറ്റേ അമേരിക്ക അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനെ സംബന്ധിച്ച് നടന്നതായിട്ട് പറയുന്നുണ്ട്. ഇറാന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ഗൾഫ് രാജ്യങ്ങൾ ഈ അമേരിക്കയെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ളതാണ്. സ്വന്തം മണ്ണ് അമേരിക്കക്ക് കൊടുക്കരുന്നുള്ളതാണ് ഇവരുടെ ഒരു മുദ്രാവാക്യം തന്നെ. അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ അബദ്ധം എന്ന് പറയുന്ന രീതിയിൽ
അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അക്രമത്തെ കണക്കാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമാണ് കുവൈറ്റ് 3 അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കുന്നത് എന്ന് സംശയിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.